അപ്പോൾ കാലിക്കറ്റ് എത്തിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ആദാമിൻ്റെ ചായക്കട പവിലിയൻ റെസ്റ്റോറൻറ്റ് ഹൈവേയിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടല്ലേ. ഇവരെ ബിരിയാണി കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് ഷുഗറിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. $97 mg/dl ആണ് കാണുന്നത്. ബിരിയാണി കഴിച്ചതിന് ശേഷം എന്താണെന്ന് അവസ്ഥ നോക്കാം. കോഴിക്കോട് വന്നാൽ ബിരിയാണി കഴിക്കാൻ അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട്. ട്രാഫിക് ഉള്ളത് കൊണ്ട് വേണ്ടുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ കിട്ടൂല. അപ്പം നമ്മൾ ആദാമിൻ്റെ ചായക്കട പവിലിയൻ റെസ്റ്റോറൻറ്റ് ഹൈവേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷുഗർ ടെസ്റ്റ് ചെയ്തു, നോർമലാണ്. ബിരിയാണി കഴിച്ചതിന് ശേഷം ഷുഗറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എന്താവും എന്നുള്ളത് നോക്കാം. ടീച്ചേഴ്സ് സേ ബൈ. ബൈ. ചോറ് മീൽസ്, ചട്ടിച്ചോറ് മാത്രം. ചട്ടിച്ചോറ്, ബിരിയാണി, പിന്നെ വേറെ ചട്ടിച്ചോറ്, ബിരിയാണി. പൊറോട്ടയില്ല. ചിക്കൻ ബിരിയാണി പറയട്ടെ. ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി. ചിക്കൻ വേറെ ഫ്രൈ ഐറ്റം എന്താ ഉള്ളത്? 65 മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും? ഓക്കെ, ഒരു 65 ഇതാ. ഒരു ലെഗോൺ ബിരിയാണി ഫുള്ള് ഇതാ. ബിരിയാണി ലെഗോൺ മാത്രമേ ഉണ്ടാവും അല്ലേ? മറ്റേ ഇതില്ല. ഓക്കെ, അത്ര തന്നെ. ഇൻറ്റീരിയേഴ്സ് വളരെ എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആണ്. ക്രോക്കറി, ഗ്ലാസും അങ്ങനത്തെ സാധനങ്ങളെല്ലാം. നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിക്കഴിഞ്ഞു. 2 പീസ് ചിക്കൻ ഉണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. വേറെ തന്നെ ഓർഡർ ചെയ്തു. കുട്ടികളും കൂടിയിൽ ഇത് ഓർഡർ ചെയ്തതാണ്. ഞാനിതൊന്നൊരു ഒരു 150 ഗ്രാംസിൻ്റെ റൈസും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടി എടുക്കുന്നുണ്ട്, ചിക്കൻ പീസ് കൂടാതെ. ഞാനിപ്പോൾ എടുത്ത സാധനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒരു പീസ് ചിക്കൻ ഫ്രൈ ഉണ്ട്, ഒരു പീസ് ബിരിയാണി ചിക്കൻ ഉണ്ട്, പിന്നെ അബൌട്ട് 150 ഗ്രാംസ് റൈസ്, പിന്നെ കുറച്ച് അച്ചാറും. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട്. നോക്കാം ഷുഗറിൻ്റെ അവസ്ഥ എന്താ നോക്കാൻ. ഭക്ഷണം കഴിച്ചതിന് സമയം ഇപ്പോൾ 2:49. കോഴിക്കോട് ഒരു വെഡ്ഡിങ് എത്തിയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ഫംഗ്ഷൻ, അതായത് തലേ ദിവസത്തെ ഫംഗ്ഷന് പോകുന്നതിന് വരെ നല്ലൊരു എമൗണ്ട് സമയമുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് ബീച്ചെല്ലാം കറങ്ങിയതിൻ്റെ കുറച്ച് വിഷ്വൽസ് ചെയ്ത്. നമ്മൾ ഇന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ജനറലി പുറത്ത് പോയി കഴിക്കുന്ന ആൾക്കാർ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ എങ്ങനെ വളരെ എന്താ പറയുക സസ്റ്റൈനബിളായിട്ട് ഡയബറ്റീസ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ബിരിയാണി കഴിക്കാം എന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസാണ് നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ സമയം 2 മണിക്കൂറിൻ്റെ മുകളിലായി. ചെക്ക് ചെയ്ത് നോക്കേണ്ട അവസ്ഥ.
148 148